Like I said before, ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകനായിരിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു റോളർ കോസ്റ്റർ റൈഡ് പോലെയാണ്. ചില സമയത്ത് ഫുൾ ജോയ്, എന്നാൽ ചില സമയത്ത് ഫുൾ സൈലന്റ്. യെസ്, അവസാനം ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടു. പക്ഷേ ഒരു റൈവലറിക്കപ്പുറം, ഒരു ഇമോഷണൽ റൈഡിനപ്പുറം, റിയലി വി ഗോട്ട് ദാറ്റ് ഹീറ്റ് ഓഫ് ദ ഇന്ത്യൻ എൽ ക്ലാസിക്കോ. Why this game is called Indian El Clasico എന്നത് അടിവരയിട്ട് വ്യക്തമാക്കി തരുന്ന മത്സരം. ഈ ഒരൊറ്റ മത്സരം കൊണ്ട് കൊച്ചിയിൽ ഈ രാത്രി പിറന്നത് 7 ഗോളുകളാണ്. 4 ഗോളുകൾ മോഹൻ ബഗാൻ അടിച്ചപ്പോൾ 3 ഗോളുകൾ കേരള ബ്ലാസ്റ്റേഴ്സ് അടിച്ചു. അതെ, കേരള ബ്ലാസ്റ്റേഴ്സ് ഈ മത്സരത്തിൽ പരാജയപ്പെട്ടു. പക്ഷേ നമ്മൾ ഒരു ആബ്സല്യൂട്ട് ത്രില്ലർ തന്നെയാണ് കണ്ടത്. ഈ ഒരു മത്സരത്തിൽ ലിറ്ററലി നമ്മൾ പല ഇമോഷൻസിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യം മോഹൻ ബഗാൻ ഗോൾ അടിക്കുന്നു, പിന്നെ ബ്ലാസ്റ്റേഴ്സ് അടിക്കുന്നു, വീണ്ടും മോഹൻ ബഗാൻ അടിക്കുന്നു, വീണ്ടും ബ്ലാസ്റ്റേഴ്സ് അടിക്കുന്നു, വീണ്ടും മോഹൻ ബഗാൻ, വീണ്ടും മോഹൻ ബഗാൻ, വീണ്ടും ബ്ലാസ്റ്റേഴ്സ്. ഇത് എങ്ങനെ തന്നെ വിശേഷിപ്പിക്കണം, അവസാന നിമിഷം വരെയും തോൽവി അംഗീകരിക്കാത്ത മത്സരം. ഇവിടെ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടത് കംപ്ലീറ്റ്ലി ഡിഫൻസിൽ തന്നെയാണ്. ഇവിടെ പ്രീതം ആൻഡ് പ്രബീറിനെ ആദ്യ ലെവലിൽ ഇറക്കാനുള്ള പ്രധാന കാരണം ഇത് തന്നെയാണ്. അവരുടെ മുൻ ക്ലബിനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് ജേഴ്സിയിൽ കളിക്കുമ്പോൾ ആ മത്സരത്തിന്റെ ചൂടൊന്ന് വേറെ തന്നെയായിരിക്കും. പക്ഷെ തുറന്നു പറയാം, പ്രബീർ തട്ടിപ്പിടിച്ചു നിന്നെങ്കിലും പ്രീതം വാസ് സോ ഡിസപ്പോയിന്റിംഗ്. ഇന്ത്യയിലെ മോസ്റ്റ് എക്സ്പീരിയൻസ്ഡ് ഡിഫൻഡറിൽ നിന്നും ഒരിക്കലും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ഗെയിം അല്ലായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. 3-ാം മിനിറ്റിലെ അർമാൻഡോ സാദിഖിന്റെ ഇൻഡിവിജ്വൽ ഗോൾ കംപ്ലീറ്റ്ലി പ്രീതം കോട്ടാലിന്റെ മിസ്റ്റേക്കിൽ നിന്ന് വന്നത് തന്നെയാണ്. എന്നാൽ ഡിഫൻസിൽ മികച്ചു നിന്നതെന്ന് തോന്നിയത് മിലോസും അതിന് മുകളിൽ സന്ദീപ് സിംഗുമാണ്. ലെഫ്റ്റ് ബാക്ക് ആണെങ്കിലും റൈറ്റ് ബാക്ക് ആണെങ്കിലും ഇത്രയും മികച്ച രീതിയിൽ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ് സന്ദീപ് സിംഗ്. ആക്ച്വലി സന്ദീപ് വിങ്ങിൽ നിന്നും അതിമനോഹരമായിട്ടുള്ള ക്രോസുകളെല്ലാം നൽകുന്നുണ്ട്. പക്ഷേ എതിരാളിയുടെ ബോക്സിനകത്ത് ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ ആരും ആ പന്തിനെ ഗോളാക്കി കൺവേർട്ട് ചെയ്യാൻ തയ്യാറായിരുന്നില്ല. ഇനി മറ്റൊരു ഡിഫൻഡറിനെ കൂടെ മെൻഷൻ ചെയ്യാം, മാർക്കോ ലെസ്കോവിച്ച്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു റൂമർ വന്നിരുന്നു മാർക്കോ ലെസ്കോവിച്ചിന്റെ കോൺട്രാക്ട് ഇനി പുതുക്കുന്നില്ല, ഹി ഈസ് നോട്ട് വെർത്തി എന്നൊക്കെ പറഞ്ഞു. ആർ യു സീരിയസ്? സെക്കൻഡ് ഹാഫിന്റെ അവസാന ഘട്ടത്തിലാണ് ലെസ്കോവിച്ച് കളത്തിലേക്ക് വരുന്നത്. ആ ഒരു ലിമിറ്റഡ് ടൈം കൊണ്ട് തന്നെ ലെസ്കോ ആ ഒരു മത്സരത്തിൽ ഉണ്ടാക്കിയ ഇമ്പാക്ട് എന്താണെന്നുള്ള കാര്യം നമ്മളെല്ലാം കണ്ടതാണ്. ബ്ലാസ്റ്റേഴ്സ് ഗോൾ കീപ്പറെ ബീറ്റ് ചെയ്ത ഒരു ഫ്രീ പോസ്റ്റിലേക്ക് ഒരു എക്സ്പീരിയൻസ്ഡ് സ്ട്രൈക്കർ ആയിട്ടുള്ള ജേസൺ കുമിൻസ് തൊടുത്തുവിട്ട ഷോട്ടിനെ ഒരു അക്രോബാറ്റിക് ഡിഫൻഡ് ചെയ്ത കോൾഡസ്റ്റ് ഡിഫൻഡർ ആണ് മാർക്കോ ലെസ്കോവിച്ച്. വെറും ഡിഫൻഡർ അല്ല, ISL കണ്ടതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് ഡിഫൻഡർ തന്നെയാണ് താൻ എന്നുള്ളതിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു ആ ഒരു സേവ് കൊണ്ട് ഈ ഒരു മത്സരത്തിൽ പുള്ളി ഉദ്ദേശിച്ചത്. വാട്ടെവർ, ആദ്യ പകുതി ഒരു ഇമ്പാക്ട് ഇല്ലാതെ കളിച്ച ബ്ലാസ്റ്റേഴ്സ് 2-ാം പകുതി വേറൊരു ഭാവത്തിലാണ് ഇറങ്ങിയത്. അവസാന 45 മിനിറ്റ് കൊച്ചി കണ്ടത് വൺ ഓഫ് ദ ബെസ്റ്റ് ത്രില്ലർ തന്നെയാണ്. ബ്ലാസ്റ്റേഴ്സിനെ ആ ഒരു അവസ്ഥയിൽ നിന്നും തിരിച്ചു കയറ്റിയത് വിപിൻ മോഹനന്റെ ആദ്യ ഗോളിലൂടെയാണ്. ആ മനോഹര ഗോളിനെ വാഴ്ത്തിപ്പാടുമ്പോഴും ആ ഒരു കൺജസ്റ്റഡ് ഡിഫൻസിൽ നിന്നും വളരെ ട്രിക്കി ആയിട്ടുള്ള പാസ് നൽകിയ രാഹുൽ KPയെയും നമ്മൾ വർണ്ണിക്കേണ്ടതുണ്ട്. സമനില ആശ്വാസം അധിക നേരം നീണ്ടു നിന്നില്ല. അർമാൻഡോ സാദിഖിന്റെ സെക്കൻഡ് ഗോൾ വന്നു. അതൊരു ഫ്രീ കിക്കിൽ നിന്ന് ജീക്സൺ സിംഗ് പുള്ളിയെ മാർക്ക് ചെയ്തിരുന്നു, എന്നിട്ട് പുള്ളിയെ വിട്ടുകളഞ്ഞു. ആൻഡ് വളരെ ഫ്രീ ആയിട്ട് തന്നെ ഒരു ഷോട്ട് എടുത്ത് 2-ാം ഗോൾ നേടി. എന്നാൽ ആ നിരാശയെ പൊട്ടിത്തെറിപ്പിച്ചത് ദിമിത്രിയോസിന്റെ ഇൻഡിവിജ്വൽ അബിലിറ്റിയോട് കൂടി നേടിയ ആ ഒരു ഗോളാണ്. വാസ് എ ബ്യൂട്ടി. എന്നാൽ അടുത്ത നിമിഷം തന്നെ മറ്റൊരു കോർണറിൽ നിന്നും ഫെദോർ മാർക്ക് ചെയ്തിരുന്ന ദീപക് താങ്കരി ഓടിച്ചെന്ന് ഹെഡ് ചെയ്ത് ഗോൾ നേടുന്നു. ഒരു സെറ്റ് പീസ് സിറ്റുവേഷനെ എങ്ങനെ ഡിഫെൻഡ് ചെയ്യണമെന്ന് നമുക്കറിയുന്നില്ല. ആ ഒരു ഗോളിന് ശേഷം എൻറ്റയർ സ്ക്വാഡ് തകർന്നു പോയിരുന്നു. അവർക്ക് ആർക്കും എനർജി ഇല്ലായിരുന്നു. അവസാന നിമിഷം വീണ്ടും പ്രീതം കോട്ടാലിനെ ഓടിത്തോൽപ്പിച്ച് ലെസ്കോവിച്ച് തടുത്തിട്ടിട്ടും തെറിച്ചു വന്ന പന്തിനെ കുമിൻസ് ഗോളാക്കി. എന്നാൽ ഈ ത്രില്ലർ അവിടെ കൊണ്ടും തീർന്നില്ല. അവസാന നിമിഷം ദിമിത്രിയോസിന്റെ ഒരു ഹെഡർ ഗോൾ കൂടെ നേടിക്കൊണ്ട് 12 ഗോളുമായി ഗോൾഡൻ ബൂട്ട് റേസിൽ പുള്ളി ഒന്നാമതെത്തിയിരിക്കുകയാണ്. ആസ് എ ഗെയിം കേരള ബ്ലാസ്റ്റേഴ്സ് അതിഗംഭീരമായിട്ടൊരു മത്സരം തന്നെയാണ് കാഴ്ചവെച്ചത്. ആരാധകരുടെ പ്രഷറും ഫൈറ്റിംഗ് സ്പിരിറ്റും എല്ലാം അടിപൊളി. പക്ഷേ സീസണിന്റെ അവസാന ഘട്ടത്തിൽ ഏറ്റവും ക്രൂഷ്യൽ ഗെയിമുകളിൽ വിജയിച്ച് 3 പോയിന്റുകൾ നേടുക എന്നത് തന്നെയായിരുന്നു പ്രധാനം. പരാജയപ്പെട്ടാലും ഏറെക്കുറെ നമ്മൾ ഇപ്പോഴും സേഫ് സോണിൽ തന്നെയാണ്. പക്ഷേ നമുക്ക് ലഭിക്കേണ്ടിയിരുന്ന ആ ഒരു ഹോം അഡ്വാൻറ്റേജ് ആണ് ഈ ഒരു പരാജയങ്ങളിലൂടെ നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ടൈം പീരീഡ് ലഭിച്ചിട്ടും ഫെദോറിന് ആ ടീമുമായിട്ട് ഇഴുകിച്ചേരാൻ സാധിക്കുന്നില്ല എന്നുള്ളത് കുറച്ച് പ്രശ്നമുള്ള ഒരു കാര്യം തന്നെയാണ്. ഓൾസോ ഇവാൻ വുക്കോമനോവിച്ചിനെ കുറിച്ച് ഒരു കാര്യം എടുത്തു പറയണം. ഇതിനു മുമ്പുള്ള സീസണിൽ നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ട്, നിരാശപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെയും പുള്ളി കോൺഫിഡൻ്റ് ആയിരുന്നു. അടുത്ത മത്സരങ്ങളിൽ നമ്മൾ വിജയിക്കുമെന്നുള്ള ഉറപ്പ് തന്നിരുന്നു.
പക്ഷെ ഇപ്പോൾ കുറച്ച് എക്സ്ക്യൂസസുകൾ പറയാൻ തുടങ്ങി. യെസ്, വി ഓൾ നോ ദാറ്റ് ദ ടീം ഈസ് ഗോയിങ് ത്രൂ എ ബാഡ് സിറ്റുവേഷൻ. പക്ഷേ ഈ ഒരു അവസ്ഥയിലും ആരോപണങ്ങൾക്ക് പകരം ആത്മവിശ്വാസം തന്നെയാണ് പകരേണ്ടത്. നമ്മളിവിടെ അവസാനിച്ചിട്ടില്ല. ഇപ്പോഴും സ്ക്വാഡ് ഡെപ്ത് നോക്കുമ്പോൾ നമ്മൾ സ്ട്രോങ് തന്നെയാണ്. വി ഷുഡ് കം ബാക്ക്. ഇനി അടുത്ത മത്സരം മാർച്ച് 30 ജംഷഡ്പൂർ FC എതിരെയുള്ള ഒരു എവേ മാച്ചാണ്. ആ ഒരു മത്സരത്തിലേക്ക് കുറച്ച് വിശ്രമ സമയം ഉള്ളത് കൊണ്ട് തന്നെ വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. എന്നാലും വീഴ്ചപ്പെട്ട് എന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ ഒരു മത്സരവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വിലയിരുത്തങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മക്കളെടുത്ത് ബൈ. ഏറ്റവും നശിച്ച സമയങ്ങൾ കണ്ടിട്ട് എന്നിട്ടും ഇപ്പോഴും കൂടെ ഉണ്ടല്ലോ.